എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. ഞാൻ 1 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് എൻ്റെ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് അധികം വണ്ണവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 1 വയസ്സുള്ള അധികം വണ്ണമൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇതപ്പോൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ്. ഇത് കട്ട് പീസാണ് കേട്ടോ, അധികം തുണിയൊന്നും ഇല്ല. ഞാൻ എന്തായാലും ഇതൊന്ന് നിവർത്തി കാണിക്കാം. ഇതാ കണ്ടോ, കുറച്ച് തുണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ തുണി ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല നീളത്തിൽ ലെങ്ത്തിൽ വരുന്നുണ്ട്. ആക്ച്വലി ഇത് വിട്ടാണെന്ന് തോന്നുന്നു, ലെങ്ത്ത് കുറവാണ്, വീതിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ ഫോൾഡിങ് വരുന്നുണ്ട്, ഇവിടെ ഓപ്പണിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ നേരെ തിരിച്ചിടുന്നുണ്ട്. എൻ്റെ സൗകര്യത്തിന് വേണ്ടി, വെട്ടാനും അളക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ വീതിയും നീളവും ഒക്കെ എത്ര വീതം ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ അളന്നെടുത്തിട്ടുണ്ട്. 24.4 ഉണ്ട്. ഇതിപ്പോൾ 24.4 ഉണ്ട് ഒരു വശം. അപ്പോൾ നമ്മൾ ഇതൊന്ന് 2ആയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ ഇതാ 48.5 ഉണ്ട് കേട്ടോ, 48.5. അപ്പോൾ വീതി 48.5 ഉണ്ട്. അതുപോലെ നമുക്ക് ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. ലെങ്ത് 19.5 ഉണ്ട്. അപ്പം നമുക്ക് ഇതിനി ഒന്ന് ആ ഫോൾഡിങ് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ദാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ രണ്ട് പീസാക്കി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വശം 24.4 അങ്ങനെ വരുന്നുണ്ട് വീതി. ലെങ്ത് 19.5 വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ ടേപ്പ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2.25 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇവിടെയും ഒക്കെ 2.25 ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതാ ഈ ഒരു അറ്റത്തൂടെ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് എന്തായാലും അടുത്ത് വെച്ച് കാണിക്കാം. കണ്ടോ, ഇതാ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ലെങ്ത് അടയാളപ്പെടുത്തി എടുക്കണം. അതായത് ഈ 2.25 അടയാളപ്പെടുത്തിയതിന് താഴെ വെച്ചിട്ട് ഞാനൊരു 13.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഒരു അറ്റത്തൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി ഇതാ ഇങ്ങനെ ഈ ഒരു പീസ് ഞാൻ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്.
8 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ടൊരു 1.5 ഇഞ്ച് വീതി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മുകളിലും കൂടി ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ 8 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും നമ്മളൊരു ബെൽറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 2 പീസ് ഉണ്ട്, നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തിട്ടില്ലേ, അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് 2 പീസ് കിട്ടും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ 2 പീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ബാലൻസ് തുണി ഫ്രിൽസോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒന്നിനും എടുക്കുന്നില്ല. പിന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പീസ് ഇങ്ങനെ എടുക്കണം. അതിൻ്റെ നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ ഇടുക. അതായത് ചീത്ത വശം പുറത്ത് വരണം, അങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു 2.25 ഇഞ്ച് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്യണം. ആദ്യം നമ്മൾ അടയാളപ്പെടുത്തിയ 2.25 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ആ 1/4 ഇഞ്ച് അങ്ങോട്ടൊന്ന് മടക്കി ഉള്ളിലേക്കാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് മാത്രം അങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതായത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തുകൂടി ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് 1/2 ഇഞ്ചും 1/2 ഇഞ്ചും ആയിട്ട് 1 ഇഞ്ചായിട്ടുണ്ട്. ഇനി അതിന് താഴെ 1 ഇഞ്ച് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മാക്സിമം നീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു 10 ഇഞ്ച് വലുപ്പത്തിൽ ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് വലുപ്പം തന്നെ എടുക്കണ്ട, ഒരു 9 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ 10 ഇഞ്ച് എടുത്തത്. നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ, ഒന്നും വെച്ചിട്ടാണ് എടുത്തത്. 9 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ താഴത്തേക്ക് ഇങ്ങനെ കടത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ അധികം സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതൊക്കെ ചൂട് സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. പിന്നെ ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൽ മാത്രമല്ല, നെറ്റിൻ്റെ ഫാബ്രിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുമൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, 9 ഇഞ്ച് മതി എന്നുള്ളത്. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാമെന്നും വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 ഇഞ്ചോളം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത പീസും ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. ഇനി നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഈ 2 തുണിയും 1.5 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിലുള്ള ഈ 2 തുണിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഈ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പിന്നിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശം പുറത്ത് വരത്തക്ക രീതിയിൽ ഇടുക. എന്നിട്ട് ഈ ഒരു ബെൽറ്റിൻ്റെ കുറച്ച് ഭാഗം ഒന്നുള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഒരു 3 ഇഞ്ച് വിടണം കേട്ടോ. ഈ അറ്റത്തു നിന്ന് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, അകലം ഇട്ടിട്ട് വേണം നമുക്കിത് വയ്ക്കേണ്ടത്. ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നല്ല 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയും ഈ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. ഒരു 3 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് വെക്കണം കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരു വശത്ത് ബെൽറ്റൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലോത്തിലൂടെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ചീത്ത വശത്തോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കി നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. കണ്ടോ, ഇത്രയും കാര്യമുള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ഇപ്പോൾ ഇതാ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗത്ത് ഫ്രിൽസോ കാര്യങ്ങളോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും പേളോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാനിങ്ങനെ സിമ്പിളായിട്ട് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ 2 ബോസൊക്കെ ഇങ്ങനെ ഈ ഒരു ബെൽറ്റിനകത്ത് ഇങ്ങനെ കൊടുത്തിരുന്നാൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വേറൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ചീത്ത വശങ്ങൾ പുറത്ത് വരുന്ന രീതിയിൽ, അതായത് നല്ല വശങ്ങൾ ഉള്ളിൽ പോകുന്ന രീതിയിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഈ 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താഴെ ഒന്ന് മടക്കി അടിക്കണം. അതായത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യണം, ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ 2 ഫോൾഡ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. കണ്ടോ, നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി. ഫൈനൽ ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വാവച്ചി ഈ ഫ്രോക്ക് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ അറിയിക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാൻ കൂടെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.